ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാത്മന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. അംഗദാദികളുടെ സംശയം. മർക്കട സഞ്ജയം ദേവിയാരാഞ്ഞു വൃക്ഷഷണ്ഡേഷു വസിക്കും ദശാന്തരേ. എത്ര ദിവസം കഴിഞ്ഞിതെന്നും തരാ പുത്രിയെ എങ്ങുമേ കണ്ടു കിട്ടായ്കയും. ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജ ബന്ധുക്കളായുള്ളവരോട് ചൊല്ലിനാൻ. പാതാളമുൾ പുക്കുഴന്നു നടന്നു നാമേതും അറിഞ്ഞീരവാസരം പോയതും. മാസമതീതമായി വന്നിതു നിർണയം ഭൂസൂതയെ കണ്ടറിഞ്ഞതുമില്ല നാം. രാജ നിയോഗമനുഷ്ഠിയാതെ വൃത രാജധാനിക്ക നാം ചൊല്ലികില്ലെന്നുമേ നിഗ്രഹിച്ചിടുമതിനില്ല സംശയം. സുഗ്രീവശാസനം നിഷ്ഫലമായി വരാ പിന്നെ വിശേഷിച്ചു ശത്രുതനായന്മെന്നെ വധിക്കുമതിനില്ലൊരന്തരം. എന്നിലവനൊരു സമ്മതമെന്തുള്ള തന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി. രാമകാര്യത്തെയും സാധിയാതെ ചൊൽകിൽ മാത്മക ജീവനം രക്ഷിക്കയില്ലവൻ. മാതാവിനോടു സമാനയാകും നിജ ഭ്രാതാവു തന്നെ ഭാര്യയും നിസ്ത്രഭം. പ്രാപിച്ചു വാഴുന്ന വാനര പുങ്കവൻ പാപിനുരാത്മാവിനെന്തരുതാത്തതും. തൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല ഞാൻ ഇപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ. വല്ലപ്രകാരവും നിങ്ങൾ പോയിക്കൊള്ളുകെന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യദുഃഖേന ബാഷ്പം തുടച്ചൻപൊടു ചൊല്ലിനാർ മിത്രഭാവത്തോടു സത്വരം. ദുഃഖിക്കരുത് ഒരു ജാതിയുമിങ്ങനെ രക്ഷിപ്പതിനുണ്ടു ഞങ്ങളറിക നീ. ഇന്നു നാം പോന്ന ഗുഹയിലകം പൊക്ക് നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം. സർവസൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപുരമതു ദേവലോകോപമം. ആരാലുമില്ലൊരു നാളു ഭയം സഖേ തരേയ പോകന്നാം വൈകരുതേതുമേ. അംഗദൻ തന്നോടീ വണ്ണം കപികുല പുങ്കവന്മാർ പറയുന്നതു കേൾക്കയാൽ. ഇംഗിതജ്ഞൻ നയകോവിദൻ വാതജൻ അംഗദനെഴുതിപ്പറഞ്ഞിടിനാൻ. എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിത അന്ധകാരങ്ങൾ വിനയായി വിനാരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുടെ താരാസൂതനെന്നു തൻ മനസേ സദാ. പാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചില്ല ഞാനൊഴിഞ്ഞാരുമേ. സൗമിത്രിയായ കാളതിപ്രിയൻ നീ തവ സാമർഥ്യവും തിരുവള്ളത്തിലുണ്ടടോ. പ്രേമത്തിനേതും ഇളക്കമുണ്ടായി വരാം ഹേമത്തിനുണ്ടോ നിറകേടകപ്പെടൂ. ആകയാൽ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ. ശാഖാമൃതാധിപനായ സുഗ്രീവനും ഭാവകവോത്തമൻ വൈരമെല്ലാരിലും. വ്യാകുലമുള്ളിലുണ്ടാകരുത്തേതുമേ നാഗാധിപാത്മന ചന്ദന നന്ദന കേളിതം. ഞാനും തവ ഹിതത്തിങ്കൽ പ്രസക്തന അജ്ഞാനികൾ വാക്കു കേട്ടേതും ഭൂമിക്കൊല. ഹാനിവരായി വാന ഗുഹയിൽ വസിക്കുന്നു വാനരൗകം പറഞ്ഞിലയോ ചൊല്ലു നീ. രാഗവാസ്തത്തിനഭേദ്യമായൊന്നുമേ ലോകത്രയത്തിങ്കലെന്നിങ്ങറിക നീ. അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതാരുമേ.
ആപത്തു വന്നടുത്തിടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം. ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീതഭാവവും ദേവതുച്ഛ കുലധർമ്മവിദ്വേഷവും പൂർവബന്ധുക്കളിൽ വാച്ചൊരു വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനും കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ. അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തം അമ്പൊടു ചൊല്ലുവൻ കേൾക്കനീ. ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കെടോ. നാരായണൻ പരമാത്മാ ജഗത്മയൻ. മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു. ഛായാ സകല ജഗന്മോഹകാരിണി. സീതയാകുന്നതു ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള ഫണീശ്വരൻ. ശേഷൻ ജഗൽ സ്വരൂപൻ ഭൂവി മനുഷ്യ വേഷമായി വന്നു പിറന്നത് അയോധ്യയിൽ. രക്ഷോഗണത്തെയൊടുക്കി ജഗത്രയം രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ. പാർത്ഥിതനാകയാൽ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡ ഗോത്രത്തിൽ ആർത്തപരായണൻ. ശ്രീകണ്ഠ സേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ. മർത്യനായി വന്നിങ്ങവതരിച്ചിടിനാൻ ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ. ഭർതൃനിയോഗേന വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാമേറ്റം തപസ്സു ചെയ്തീശനെ കെന്റെ വണങ്ങി പ്രസാദിച്ചു മാധവാൻ. തന്നെ പാരിഷദന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചിന്നിയും. വൈകുണ്ഠലോകം ഗമിച്ചു വാണിടുവാൻ വൈകേണ്ടതേതുമില്ലെന്നറിഞ്ഞിടു നീ. അംഗദനോടീ വണ്ണം പവനാത്മജൻ മംഗളവാക്കുകൾ ചൊല്ലിപ്പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം ബുക്കു കാശ്യപീ പുത്രിയെ നോക്കി നോക്കി ദ്രുതം. ദക്ഷിണവാരിധി തീരം മനോഹരം പുക്കു മഹേന്ദ്ര ചലേന്ദ്രപദം മുതാ. ദുസ്തരമേറ്റമഗാധം ഭയങ്കരം ദുഷ്പ്രാപ്യമാലോക്യ മർക്കട സഞ്ജയം. വൃത്രാരി പുത്രാത്മജാതികളൊക്കെയും ത്രസ്തരായത്യാകുലം പൂണ്ടിടുന്നു നാൻ. ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചിതന്യോന്യം എന്തിനി ചെയ്വതു സന്തതമോർക്കതാൻ. ഗഹ്വരം പുക്കു പരിഭ്രമിച്ചെത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞിതു മാംസവും. തണ്ടാരി മാതീനെ കണ്ടീല നാം ദശ കണ്ഠനേയം കണ്ടു കിട്ടീല കത്രജിൽ. സുഗ്രീവനും തീഷ്ണദണ്ഡനത്രേ തുലോ നിഗ്രഹിച്ചിടുമവൻ നമ്മെ നിർണയം. ക്രുദ്ധനായുള്ള സുഗ്രീവന് വധിക്കയിൽ നിത്യോപവാസേന മൃത്യു ഭവിപ്പതു. മുക്തിയും നല്ല പാർക്കു പാർത്തോളമെന്ന് ഹിതം നിരൂപിച്ചുറച്ചു കപികുലം. ദർഭ വിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങിനെ നന്മയോർത്തവൻ. സമ്പാദിവാക്യം. അപ്പോൾ മഹേന്ദ്ര ചലേന്ദ്ര ഗുഹാന്തരാൽ ഗൃദ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു. വൃദ്ധനായുള്ളൊരു ഗൃത്രപ്രവരനും പൃഥ്വീധര പ്രവരോത്തും ഖരൂപനായി. ദൃഷ്ടാ പരക്കെ കിടക്കും കപികളെ ദൃഷ്ട്യാ പറഞ്ഞിതു ഗൃദ്ധകലാധിപൻ. പക്ഷമില്ലോതോരെനിക്ക ദൈവം ബഹു ഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ. മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാനനുദിനം. ഗൃധ്രവാക്കം കേട്ടു മർക്കടൗഗൗകം പരിസ്ത്രയായന്യോന്യമാശു ചൊല്ലിടിനാൻ. അത്രീന്ദ്ര തുല്യനായൊരു ഗൃദ്ധാധിപൻ സത്വരം കൊത്തി വിഴങ്ങുമെല്ലാവരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായതു. കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ നമ്മാൽ ഒരു കാര്യവും കൃതമായില്ല. കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം. സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ വ്യർത്ഥമിവനാൽ മരിക്കുന്നു വന്നതും
എത്രയും പാപികളാകത്തന്നെ ജയം. നിർമ്മലനായ ധർമാത്മാ ജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിനു പണിയുമുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റാർക്കു കിട്ടുമോ. ശ്രീരാമ കാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായതു രാമപദാംബുജേ. പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചിതു പക്ഷീന്ദ്രവാഹനാനഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്ന് ചോദിച്ചിതു കർണപീയൂഷ സമാനമാം വാക്കുകൾ. ചൊന്നതാരെന്നു ജടായുവെന്നിങ്ങനെ നിങ്ങളാരെന്തു പറയുന്നതന്യോന്യം ഇങ്ങു വരുവിൻ ഭയപ്പെടായ്ക്കേതുമേ. ഉമ്പർക്കോനു പൈത്രനു മൻപോടതു കേട്ടു സമ്പാദി തന്നുടെ മുമ്പിലമ്മാറു ചെന്ന് അന്നം ഭോജനൻ തൻ പാദപങ്കജം സംഭാവ്യ സമ്മോദമുൾക്കൊണ്ടു ചൊല്ലിനാൻ. സൂര്യകുലജാതനായ ദശരഥനാരപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനോടും നിജ ലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കിതു കാനനം താതാജ്ഞയാ പുര കട്ടുകൊണ്ടിടിനാൻ തൽക്കാലമത്രയും. ദുഷ്ടനായുള്ള ദശമുഖന് സീതയെ ലക്ഷ്മണനും കമലേക്ഷനും പിരിഞ്ഞക്ഷോണിപുത്രി മുറയിട്ടത് കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൻ. അക്ഷണചരനോടു ജടായുവാം പക്ഷിപ്രവരൻ അതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജ ചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയറുത്താൻ അതു നേരം. പക്ഷീന്ദ്രനും പതിച്ചാൽ ധരണീതലേ ഭർത്താവിനെ കൊണ്ട് വൃത്താന്തമൊക്കവേ. സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ മൃത്യുവരായികെന്നുഗ്രഹിച്ചാൽ തരാം. പുത്രിയും വരായികെന്നനുഗ്രഹിച്ചാൽ തരാം. പുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു. രാമസായുജ്യം ലഭിച്ചത് ഭാഗ്യവാൻ. അർക്കുലോഭവനാകിയ രാമനും അർക്കജനോടഗ്നി സാക്ഷികാമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കോന്നിതു ബാലിയെ. സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ. വാനരാദീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിട്ടുവാൻ. ദിക്കുകൾ നാലിലും പോകെന്നയച്ചിതു ലക്ഷം കപീവരന്മാരെയോരോരോ ദിശി. ദക്ഷിണ ദിക്കിനും പോന്നിതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ. 30 നാളിനകത്തു ചെന്നിടായിൽ അപ്പോൾ അവരെ വധിക്കും കപീവരൻ. പാതാളമുൾപ്പുക്കു വാസരം പോയതുമേതുമറിഞ്ഞില്ല ഞങ്ങളത് കൊണ്ടു ദർഭ വിരിച്ചു കിടന്നതു മരിപ്പതിനപ്പോൾ ഭവാനെയും കണ്ടു കിട്ടി ബലാൽ. ഏതാനുമുണ്ടെന്നറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങളിങ്ങനെ ഓരോന്നു നീ അറിഞ്ഞിടടോ. താരേയ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരൂഢമോദം അവനോട് ചൊല്ലിനാൻ. ഇഷ്ടനാം ഭ്രാതാവെനിക്കു ജടായു ഞാൻ 8 നാളുണ്ടവനോടു പിരിഞ്ഞതും. ഇന്നകേനായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരന് വാർത്ത കെട്ടിയിടിനേൻ. എന്നുടെ സോദരൻ ആയുധക്രിയ എന്നെയെടുത്തു ജലാന്തികയെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിനുദകർമാദികൾ. നിങ്ങൾക്കു വാക്സഹായം ചെയ്യവനാശു ഞാൻ. അപ്പോൾ അവനെയെടുത്തു കപികളും അബ്ധി തീർത്തു വെച്ചിടിന് ആനധരാൽ. തൽസലിലെ കളിച്ചഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനായിക്കൊണ്ടു സാദരം സ്വസ്ഥാനദേശത്തിരുത്തിനാർ. പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ. തുങ്കമായിടും ത്രികുടോച്ചലോപരി ലങ്കാപുരിയുണ്ടു മധ്യ സമുദ്രമായി.
തത്ര മഹാശോകകാനനെ ജാനകി നക്തഞ്ചരി ജനമധ്യേ വസിക്കുന്നു. ദൂരമൊരു 100 യോജനയുണ്ടതു നേരെ നമുക്ക് കാണാം ഗൃദ്ധനാകയാൽ. സാമർത്ഥ്യന്മാർക്കതു ലംഘിപ്പതിന്നവൻ ഭൂമിത നൂജയെ കണ്ടുവരും ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണമെന്നൊരു ജാതിയും ഭക്ഷണവുമില്ലമേ. യത്നേന നിങ്ങൾ കടക്കണമാശുപോയി രത്നാകരം പിന്നെ വന്നു രഘുത്തമൻ. രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാം ലേവമിതിന്നു വഴിയെന്നു നിർണയം. രത്നാകരം ശതയോജന വിസ്തൃതം യജ്ഞേന ചാടിക്കടന്നു ലങ്കാപുരം. പൊക്കു വൈദേവിയെ കൊണ്ടു പറഞ്ഞുടൻ ഇക്കരെ ചാടിക്കടന്നു വരുന്നതും. തമ്മിൽ നിരൂപിക്കാൻ എന്നും ഒരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ. സമ്പാതി തന്നെ പൂർവവൃത്താന്തങ്ങൾ അമ്പോട് വാനരന്മാരോടു ചൊല്ലിനാൻ. ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാ ആനനദർപ്പിത മാനസന്മാരുമായി വേഗഫലങ്ങൾ പരീക്ഷിപ്പതിന്നതിൻ വേഗം പറഞ്ഞിതു മേൽപോട്ടു ഞങ്ങളും. മാർത്താണ്ഡമണ്ഡല പര്യന്തമുൽപ്പതി ചാർത്തരായി വന്നു ദിനകര രശ്മിയാൽ. ദക്ഷിണേ നീയും പിടിച്ചിതനുജനു പക്ഷപുടങ്ങളിൽ അപ്പോളവനെ ഞാൻ രക്ഷിപ്പതിന്നുടൻ പിന്നിലാക്കിയിടിനേൻ. പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ. പക്ഷദ്വയത്തോട്ടു വീണാൻ അനുജനും പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം. വിന്ധ്യചലേന്ദ ശിരസി വീണീടേൻ അന്ധനായി 3 ദിനം കിടന്നീടേൻ. പ്രാണശേഷത്താൽ ഉണർന്നോരു നേരത്തു കാണായിതു ചിറകും കരിഞ്ഞങ്ങനെ. ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങളറിയാഞ്ഞു വിഭ്രാന്ത മാനസനായി ഉഴഴുന്നങ്ങനെ. ചെന്നേൻ നിശാകര താപസൻ തന്നെ പുണ്യാശ്രമത്തിനു പൂർണ്ണഭാഗ്യോദയാൽ. കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോടു പണ്ടു കണ്ടുള്ളൊരറിവു നിമിത്തമായി. എന്തു സമ്പാദേ വിരൂപനായി വന്നതിൻ എന്തു മൂലമെന്നിതാ കുലാലപ്പെട്ടതും. എത്രയും ശക്തനായൊരു നിനക്കിന്നു ദശാത്മാവാനെന്തു പക്ഷം പറക നീ. എന്നത് കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനേൻ. പിന്നെയും കൂപ്പിത്തൊഴുതി ചോദിച്ചിതു സന്നദ്ധമായി വന്നു ചിറകും ദയാനിധേ. ജീവനത്തെ ധരിക്കേണ്ടുമുപായമിന്നേവം എന്നോടു ചൊല്ലിത്തരേണമേ. എന്നത് കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായി അരുളി ചെയ്തു. സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്തവണ്ണം കരുഷ്യ നീ. ദേഹം നിമിത്തമീ ദുഃഖമറിക നീ. ദേഹം ഓർക്കില് കർമ്മസംഭവം നിർണയം. ദേഹത്തിലുള്ളൊരഹംബുദ്ധി കൈക്കൊണ്ട് മോഹദാഹം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളൊരഭ്യാസം അത്ഭുതം വസ്തുവായുള്ളൊന്നരഹങ്കാരമോർക്ക നീ. ഇച്ഛായയോടും സംയുക്തമായി വാർത്തതേ തപ്തമായുള്ളോരയ പിണ്ഡവത്സഥാ. തേന ദേഹത്തിനു താതാത്മയോഗേന താനൊരു ഛേദവാനായി ഭവിക്കുന്നു. ദേഹോഹമെന്നുടെ ബുദ്ധിയുണ്ടായി വരും ആഹന്തനൂനമാത്മാവിനു മായയായി. ദേഹോഹമൈദിവ്യ കർമ്മകർത്താഹമിത്യാഹ സങ്കൽപ്യ സർവദാ ജീവനും. കർമ്മങ്ങളെ ചെയ്ത ഫലങ്ങളാൽ ബദ്ധനായി സമ്മോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു. മേൽപോട്ടും ആശു കീഴ്പോട്ടും ഭ്രമിച്ചതിൻ താൽപര്യവാന് പുൽറ്റ പാപകസ്മയം. എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞനാനാദികൾ. ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്ന് കൽപ്പിച്ചിരിക്കവേ. മൃത്യുഭവിച്ചു സുഖിച്ചു വാഴും വിധൗ ഉത്തമാംഗം കൊള്ള വീഴുമധോ ഭുവി. പുണ്യമൊടുങ്ങിയാൽ എന്തു തന്മണ്ഡലേ ചെന്നു പതിച്ചു നീഹാര സമേതന. ഭൂമൗ പതിച്ചു ശാലാദികളായി ഭവിച്ച് ആമോദം ഉൾക്കൊണ്ടു വാഴും ചിരതരം. പുണ്യപുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും പരാ. എന്നതിലൊന്നു തേജസ്സായി ചമഞ്ഞതു
ചെന്നു സീമന്തിനി യോനിയിലാൾ വരും. യോനിരക്തരോട് സംയുക്തമായി വന്നു താനേ ജയായു പരിവേഷിതരാവും. ഏകദിനേന കലർന്നു കലല്ലമാം ഏകീഭവിച്ചാലതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ട് ബുദ്ബുദാകാരമം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം. മാംസപേശുത്വം ഭവിക്കുമതിന്നതു മാസാർത്ഥകാലേന പിന്നെയും മെല്ലവേ പേശിരു ഉദര പരിപ്ലുപ്തമായി വരും ആശു തസ്യംഗമലോത്പത്തിയും വരും. പിന്നെയൊരു പംശവിംശതി രാത്രിയാൽ പിന്നെയൊരു 3 മാസേന സന്ധികളാങ്കങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടു മാംഗുലീജാലവും 4 മാസത്തിനാൽ ദന്തങ്ങളും നഖപംക്തിയും ഗുഹ്യവും സന്ധിക്കും നാസിക കർണനേത്രങ്ങളും. പഞ്ചമാംസം കൊണ്ടു ഷഷ്ടമാനസേ പുനർ കിഞ്ചന പോലും പിഴയാതെ ദേഹിനാം കർണയോ ചിത്രം ഭവിക്കുമതിസ്ഫുടം പിന്നെ മ്ലേഡോപവ നാഭീപായുക്കളും. സപ്തമേ മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായൊരു ശിരകേശരോമങ്ങൾ. അഷ്ടമേ മാസി ഭവിക്കും പുനരഭി പുഷ്ടമായിടും ജഠര സ്ഥലാന്തരേ. 9-ാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും. പഞ്ചമേ മാസി ചൈതന്യവാനായി വരും അഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ നാഭിസൂത്രോൽപരന്ത്രേണ മാതാവിനാൽ സാപേക്ഷമായ ഭക്താനരസരത്തിനാൽ വർത്തത്തെ കർപ്പകമായ പിണ്ഡം മുഹൂർത്തം മൃത്യുവരാനിജ കർമ്മഫലത്തിനാൽ പൂർവജന്മങ്ങളും കാമങ്ങളും നിജം സർവകാലം നിരൂപിച്ചു ദുഃഖിച്ചു ജാഡരവഗ്നിപ്രതപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ. 10,100,000 യോനികളിൽ ജനിച്ച് എത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം. പുത്രധാരാത്ത ബന്ധുക്കൾ സംഭവം എത്ര 100,000 കോടി കഴിഞ്ഞിതു നിത്യകുടുംബ ഭരണൈകസക്തനായി വിദ്യമന്യായമാർച്ചിതന്നേഹം വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ. കൃഷ്ണ കൃഷ്ണേതി ജപിച്ചില്ലൊരിക്കലും തഫലമെല്ലാം അനുഭവിച്ചിടുന്നത് ഇപ്പോഴും ഇവിളക്കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നൊന്ന് ഭാഗ്യസ്ഥലേ കെൽപ്പോടെനിക്കു പുറപ്പെട്ടു കൊള്ളാവൂ. ദുഷ്കർമ്മമെന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. നാരായണ സ്വാമി തന്നെയൊഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നാമേ. ഇത്യാദി ചിന്തിച്ചു ജീവനും ഭക്ത്യാ ഭഗവത് സ്തുതി തുടങ്ങിയിടിനാൻ. 10 മാസം തികയും വിധൗ ഭൂതലേ ചിത്തതാപേന പിറക്കും വിധിവശാൽ സ്മൃതിവാത്യത്തിൻ ഫലത്തിനാൽ ജീവനും ചേതനം യോനിരന്ത്രേണ പീഠാന്വിതം. ബാല്യമനോപി മാതാപിതാക്കന്മാരാ ബാലാദി ദുഃഖങ്ങൾ എന്തു ചൊല്ലാവതും. യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും പൊറാ സഖേ. നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ. ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാ മോഹേന സൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു. ഗർഭാവസാദി ദുഃഖങ്ങളും ജന്തുവർഗോപനാശനവും ദേഹമൂലം സഖേ സ്ഥൂല സൂക്ഷ്മാക ദേഹദ്വയാൽ പരം മേലയിരി പദാത്മാ പരൻ കേവലൻ. ദേഹാദികളിൽ മമത്വമുപേക്ഷിച്ചു മോഹമകജ്ഞാത്മജ്ഞാനിയായി വാഴ്ക നീ. ശുദ്ധം സദാ ശാന്തമാത്മാവിനവ്യയം ബുദ്ധം പരബ്രഹ്മാനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരൂപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മമികേശ്വര അച്യുതം സർവജഗന്മയം ശാശ്വതം. മായാവിനിർമുക്ത എന്നറിയുന്നേരം മായാവിമോഹം അകലുവാനെല്ലാവനും പ്രാപ്തകർമ്മ വേഗാനുരൂപം ഭവി പാര്യമർത്ഥാത്മാന വാഴുക നീ.
മറ്റൊരുപദേശവും പറയാം തവ, ചെറുദുഃഖം മനസ്സു കൊമ്പിലുണ്ടാക്കല. ത്രേതായുഗേ വന്നു തവം ചെറ്റുരുക്കം മനക്കൊമ്പിലുണ്ടാക്കല. മറ്റൊരുപദേശവും പറയാം നീ, ചെറ്റുദുഃഖം മനക്കൊമ്പിലുണ്ടാക്കൊല. ത്രേതായുഗേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി. നക്തൻ ചരേന്ദ്രൻ നിഗ്രഹിച്ചൻപൊടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ. ദണ്ഡകാര്യത്തിൽ വാഴും വിധോ ഫലാൽ ചണ്ഡനായുള്ള ദശാസ്യനാം രാവണൻ. പുണ്ടരീകോ അത്ഭുതയാക്കിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോമാം യായയാ. ലങ്കയിൽ കൊണ്ടു വച്ചിടും ദശാന്തരേ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ. മർക്കടരാജൻ യോഗാൽ കപികലം ദക്ഷിണവാരിധി തീരദേശേ വരും. തത്ര സമാഗമം നിന്നോട് വാനരർ കൊത്തുമൊരു നിമിത്തേന നിസംശയം. എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ, തന്നങ്കി വാഴുന്ന ദേശം ദയാവശാൽ. അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചു ചീടുമതിനില്ല സംശയം. എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി. വന്നതു കാൺമിൻ ചിറകുകൾ പുത്തനായി എന്നെ വിചിത്രമേ നന്നത്രയും. ഉന്നത താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരുകയില്ലെന്നുമേ. ശ്രീരാമദേവ കഥാമൃത മാഹാത്മ്യം ആരാലും ഓർത്താൽ അറിയാവുന്നതല്ലതും. രാമനാമാമൃതത്തിനു സമാനമായി മമകെ മാനസെ മറ്റു തോന്നിയില്ലഹോ. നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണഗാത്രിയെ കണ്ടു കിട്ടേണമേ. നന്നായി അതിപ്രയത്നം ചെയ്കില വർണ്ണം ഇന്നു തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമനാമ സ്തുതി കൊണ്ട് സംസാരം വാരാനിധിയെ കടക്കുന്നതീവരും. രാമഭാര്യ ലോകാനാർത്ഥനായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതുമോർ ആകുലമുണ്ടായില്ലൊരു ജാതിയും. എന്നു പറഞ്ഞു പറന്നു മറിഞ്ഞിതൻ ഉദ്യുക്തനായ സമ്പാതി വിഹായസ. സമുദ്രലംഘന ചിന്ത. പിന്നെ കപിവരന്മാർ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ. ഉഗ്രം മഹാനക്ര ചക്രഭയങ്കരം അഗ്രേ സമുദ്രമാലോക്യ കപികുലം. എങ്ങനെ നാം ഇതിനെ കടക്കുന്നുവാറെങ്ങും മറുകര കാൺമാനുമില്ലല്ലോ. ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കപികളെ. ശക്രതനയൻ തനൂജനാമംഗദൻ മർക്കട നായകന്മാരോട് ചൊല്ലിനാൻ. എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരവുമുണ്ടല്ലോ. നിങ്ങളെല്ലാവർക്കും എന്നാ വരിവരിൽ വന്നിച്ചിങ്ങു വന്നെന്നോടൊരുത്തൻ പറയണം. ഞാനിതി നാളവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢ. സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹു വ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ. അങ്കദനിങ്ങനെ ചെന്നതു കേട്ടവർ തങ്ങളിൽ നോക്കി നന്നേവരും. ഒന്നും പറഞ്ഞില്ലൊരുത്തരും അങ്കദൻ. പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ. ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ഫലം പ്രത്യേകം അച്യുതമാമുദോകപൂർവകം. ചാടാമെനിക്കു ദശയോജന വഴി ചാടാമിരുപതനിക്കെന്നൊരു കപി 30 ചാടാമെനിക്കൻ അപരനും അപ്പടി 40 മറ്റേവനും 50 60 80 ചാടാമെനിക്കെന്നൊരുവനും 90 ചാടുവാൻ ദണ്ണകമില്ലേകന. സ്വർണമോ 100 യോജനയുണ്ടല്ലോ. ഇക്കണ്ട നമ്മിലാർക്കും കടക്കാത്തവള്ളിക്കൽ. മർക്കടവീരരെ നിർണയം. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ചന്നമായി 3 അടിയായളക്കും വിധൗ യൗവനകാലേ പെരുമ്പറയും കൊട്ടി 37 വട്ടം വലത്തു വച്ചിടിനേൻ.
വാർദ്ധക്യഗ്രസ്തനായേനി താനീം ലവ നാബ്ദി കിടപ്പാനുമില്ല വേഗം മമ. ഞാൻ 28 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയാ. കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലകളോർത്ത മെത്തോളം അത്ഭുതമത്രയും. യുദ്ധമാത്മാചൻ ചൊന്നത് കേട്ടതിൻ ഉത്തരം വൃത്താരി പൗത്രനും ചൊല്ലിനാൻ. അങ്ങോട്ടു ചാടാം എനിക്കെന്നു നിർണയം, ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകിലോ. സാമർത്ഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും, സാമർത്ഥ്യമുണ്ട് വനാരിലെങ്കിലും. വൃത്തജനങ്ങളെ അയക്കില്ലെന്നുമേ, വൃത്യന് ലേഖനും ഉണ്ടാമെത്രേ വരൂ. ആർക്കുമേയില്ല സാമർത്ഥ്യമനശനം, ദീക്ഷിച്ചു തന്നെ മരിക്ക നല്ലുവയം. താരേയനേവം പറഞ്ഞോരനന്തരം സാരസ സംഭവനന്ദനൻ ചൊല്ലിനാൻ. എന്തു ജഗൽപ്രാണനന്ദനനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ, കണ്ട നായ്ക്ക തന്നെയിരുന്ന് കളകയോ. കണ്ടില നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും, ദാക്ഷായണി ഗർഭപാതസ്ഥനായൊരു സാക്ഷാൽ മഹാദേവി ബീജമല്ലോ ഭവാൻ. പിന്നെ വാദാത്മകനായോമുണ്ടവൻ തന്നോടു തുല്യവൻ പരവേഗം. മോർക്കിലോ കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥനു പുത്രയാനയജ്ഞ പെറ്റുളവായൊരു സത്വഗുണ പ്രധാനൻ ഭവാൻ. കേവലം അഞ്ജന ഗർഭച്യുതനായവനിലെ അഞ്ജസജാതനായി വീണ നേരം ഭവാൻ 500 യോജന മേൽപ്പെട്ടു ചാടിയതും ഞാൻ അറിയിച്ചിരിക്കുന്നു മാനസേ. ചണ്ഡ കിരണനുദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തൊടുത കണ്ടു നീ. പക്വമെന്നോർത്തു ഭക്ഷിപ്പാനടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റു പതിച്ചതും, ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിതു പാതാളമിപ്പോൾ ത്രിമൂർത്തികൾ. 30 മുക്കോടി വാനരന്മാർ തന്മൊടും ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും. കൽപ്പാന്തകാലത്തതും മില്ല മതിയെന്നു കൽപ്പിച്ചതിന്നിളക്കം വരാ നിർണയം. ആത്മനായസാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ. നാംന ഹനുമാൻ ഇവനെന്നു സാദരം വജ്രം ഹനുവിങ്കലേറ്റു മുറിക്കയാൽ ചരിത്രങ്ങൾ മറന്നിതോ മാനസേ. നിൻ കയ്യിലല്ലയോ തന്നതു രാഘവൻ അങ്കുലീയമതുമെന്തിനെന്നോർക്ക നീ. ത്വൽബല വീര്യങ്ങൾ വർണ്ണിപ്പതിന് പ്രപഞ്ചത്തിങ്കൽ ആർക്കുമല്ലാമെടോ. ഇത്തം വിധിസുതൻ ചൊന്ന നേരം വായു പുത്രനുമുദയ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറൊന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ. വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധരാകാരനായിന്നു ചൊല്ലിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കിഷണാൽ രാവണനെ കുലത്തോടുമൊടുക്കി ഞാൻ ദേവിയെയും കൊണ്ടു പോരുവനിപ്പോഴേ. അല്ലാക്കിലോ ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലെടുത്തുടൻ. കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തു കരത്തിലാക്കിക്കൊണ്ടു രാമാന്തികെ വച്ചു കൈതൊഴുതിടുവൻ. രാമാങ്കുലീയമെൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കു കേട്ടോരു വിധിസുതൻ ആരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും. ദേവിയെ കണ്ടു തിരികെ വരിക നീ, രാവണനോടെതിർത്തിടുവാൻ പിന്നെയാം. നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ. പുഷ്കര മാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായ്ക കല്യാണം ഭവിക്കതേ. മാരുതദേവനുമുണ്ടരികെ തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു. ആശീർവചനവും ചെയ്തു കപികുലൻ മാശു പോകെന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാകാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ. യുദ്ധം പറഞ്ഞറിയിച്ചോരു തത്തയും ബദ്ധമോടത്തോടിരുന്നിതിക്കാലമേ. ഇത്തധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാണ്ഡം സമാപ്തം.
ജയ് ശ്രീറാം ജയ് ശ്രീറാം ജയ് ശ്രീറാം. ജയ് ഹനുമാൻ ജയ് ഹനുമാൻ ജയ് ഹനുമാൻ.